ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം അറിയാമോ? ദേവന്മാരുടെ അമ്മയായ അതിഥി തന്റെ മക്കളെ ദേവാന്തകൻ എന്ന അസുരനിൽ നിന്ന് രക്ഷിക്കാൻ ശക്തിയുള്ള ഒരു മകൻ വേണമെന്ന് കരുതി ഗണപതി ഭഗവാനെ ലക്ഷ്യമാക്കി കഠിനമായി തപസ് ചെയ്തു. അവരുടെ തപസ്സിൽ സന്തുഷ്ടനായ ഗണപതി ഭഗവാൻ ഒരു കുഞ്ഞായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞായി വന്ന് ഗണപതി ഭഗവാനെ കണ്ട് കശ്യപമുനി ആ കുഞ്ഞിന് മഹോൾഗഡൻ എന്ന് പേരിട്ടു. മഹോൾഗഡൻ എന്നാൽ വളരെ ശക്തിയുള്ളവൻ എന്നർത്ഥം. അങ്ങനെ ഭഗവാൻ കശ്യപമുനിക്കും അതിഥിക്കും മകനായി വളർന്നു. ഇതറിഞ്ഞ കാശിരാജൻ എന്ന രാജാവ് കശ്യപരുടെ ആശ്രമത്തിൽ വന്ന് ഗണപതിയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഗണപതി അദ്ദേഹത്തിന് മര്യാദ കൊടുത്ത് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇതറിഞ്ഞ ദേവാന്തകൻ എന്ന അസുരൻ കൊട്ടാരവാതിൽക്കൽ വളരെ വലിയ പാറയായി രൂപം മാറി നിന്നു. സത്യം മനസ്സിലാക്കിയ ഭഗവാൻ കാശിരാജനോട് 108 തേങ്ങകൾ എടുത്തുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഭഗവാൻ എല്ലാ തേങ്ങകളും ആ പാറയുടെ മേലെറിഞ്ഞ് ആ പാറയെ ഉടച്ച് അസുരനെ വധിച്ചു. അന്നുമുതൽ ജനങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു നാളികേരം ഉടക്കാൻ തുടങ്ങി. കാരണം നാളികേരം ഉടയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഷ്ടശക്തികളും തടസ്സങ്ങളും അനിഷ്ടങ്ങളും നീങ്ങുന്നു എന്നും ഇതിലൂടെ ഒരു വ്യക്തി ഭഗവാൻ മുന്നിൽ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്.